നെയ്യമൃത മഠത്തിൽ പോയി കഞ്ഞി കുടിക്കുക, ചക്കപ്പുഴുക്ക് കഴിക്കുക എന്നതൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം നെയ്യമൃത മഠത്തിലെ പാനകവെള്ളമായിരുന്നു. ചുക്കും ശർക്കരയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന പാനകം അതിവിശേഷമാണ്. അത്ര സ്വാദുള്ള മറ്റൊരു പാനീയം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് തന്നെ നെയ്യമൃത മഠം എന്നാൽ എന്നെ സംബന്ധിച്ച് പാനകവെള്ളം കിട്ടുന്ന സ്ഥലമായിരുന്നു കുട്ടിക്കാലത്ത്. ഭക്ഷണം കഴിക്കാൻ പണ്ടേ മടിയനായിരുന്ന എനിക്ക് അവിടെ ഇഷ്ടമില്ലാത്ത കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഭക്ഷണം മുഴുവനും കഴിക്കണം എന്നുള്ള നിയമമായിരുന്നു. ഒരു മണി പോലും ബാക്കി വെക്കരുത്, കളയരുത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടുത്തെ ഉച്ചയ്ക്കുള്ള സദ്യയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. വലുതായപ്പോഴാണ് നെയ്യമൃത മഠത്തിന്റെ പ്രാധാന്യവും വ്രതചര്യകളുമൊക്കെ മനസ്സിലായത്. പാനകവെള്ളം എന്ന ഔഷധക്കൂട്ട് വ്രതക്കാർക്കുള്ള മരുന്ന് കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞതും പിന്നീടാണ്. വയനാടൻ താഴ്വരയിലെ കാട്ടിനുള്ളിലുള്ള ഒരു ക്ഷേത്ര സങ്കല്പം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ആരാധനയുള്ള ഒരിടം. അവിടെ സ്വയംഭൂവായ ശിവലിംഗം. തൊട്ടടുത്ത അമ്മാറക്കൽ കൽത്തറയിൽ ശക്തി സ്വരൂപിണിയായ അമ്മ പാർവതി. ആ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യാൻ ഒരു മാസത്തെ കഠിന വ്രതവും എടുത്ത് നെയ്യമൃതുമായി 10-60 കിലോമീറ്റർ കാൽനടയായി പോയി നെയ്യാടി വരുന്ന ആയിരക്കണക്കിന് ഭക്തന്മാർ. എന്തു മഹത്തരമായ സങ്കല്പമാണ്. പഴയ കോട്ടയം സ്വരൂപത്തിലെയും കടത്തനാട്ടിലെയും നായർ സമുദായത്തിൽപ്പെട്ടവരാണ് നെയ്യമൃത മഠത്തിൽ കൂടി നെയ്യുമായി പോയി അഭിഷേകം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇളനീരാട്ടത്തിനായി വ്രതമെടുക്കുന്ന 100 കണക്കിന് ഇളനീർ പടികളുമുണ്ട്. ഇളനീരാടാനുള്ള അവകാശം തീയർ സമുദായത്തിനാണ്. പണ്ടുകാലത്ത് തൊഴാൻ പോവുക എന്നാണ് ഗ്രാമ്യമായി പറയുക. സാധാരണ വീടുകളിൽ സന്ധ്യയ്ക്ക് തിരികൾ വയ്ക്കുക തെക്ക് വടക്ക് ഭാഗങ്ങളിലാണ്. അച്ചച്ചന്റെ അമ്മ ഒരു തിരി വടക്കു ഭാഗത്തെ കല്ലിൽ വെച്ചിട്ട് വടക്കോട്ട് നോക്കി പെരുമാളെ എന്ന് വിളിച്ചു തൊഴുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊട്ടിയൂർ പെരുമാൾ അത്രമാത്രം ഒരു പ്രദേശത്തെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. വീട്ടിലുള്ള ഒരാൾ നെയ്യമൃത മഠത്തിൽ ചേർന്നാൽ വീട്ടിലുള്ളവരും വ്രതശുദ്ധിയോടെയാണ് ഒരു മാസം കഴിച്ചുകൂട്ടുക. കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ, അനിഷ്ടം മാറാൻ പുത്തനെ കൊടുക്കാം എന്നൊരു നേർച്ചയുമുണ്ട് നാട്ടിൽ. പുത്തനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയതായി മഠത്തിൽ ചേരുന്ന ആളുടെ മുഴുവൻ ചെലവും വഹിക്കുക. പുതിയ ആളെ കണ്ടെത്തേണ്ട ചുമതലയും നേരുന്നവർക്കാണ്. നെയ്യമൃത മഠക്കാരുടെ വ്രതചര്യകൾ വളരെ കഠിനമുള്ളതാണ്. ആദ്യത്തെ 8 ദിവസം വീട്ടിൽ നിന്നു തന്നെ ചിട്ടയോടെയുള്ള വ്രതം. വീട്ടിൽ നിന്നു മാത്രം ഭക്ഷണം. പെണ്ണുങ്ങളുടെ കഞ്ഞി എന്നാണ് പറയുക. പിന്നീടുള്ള 12 ദിവസം വീട്ടിൽ തന്നെ താമസിക്കും, എന്നാൽ സ്വയം ഭക്ഷണം വെച്ചാണ് കഴിക്കുക. ഒരാൾ മറ്റൊരാൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല. ഈ 12 ദിവസം കഴിഞ്ഞാൽ അടുത്തതായി മഠത്തിൽ ചേരുന്ന ദിവസമാണ്. അന്ന് ക്ഷേത്രത്തിലെ നിവേദ്യമോ പടച്ചോറോ മാത്രമേ കഴിക്കുകയുള്ളൂ. അടുത്ത 5 ദിവസം മഠത്തിലാണ് താമസം. എന്നാൽ കടത്തനാട്ടുള്ളവർക്ക് വ്രതം ഇതിലും കഠിനമാണ്. അവർ ആദ്യ ദിവസം തന്നെ മഠത്തിൽ ചേരും. അതായത് ഏകദേശം 25 ദിവസം വീട് വിട്ട് കഴിയണം. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് പലർക്കും ചിന്തിക്കാൻ കഴിയാത്തത്ര കഠിനവും ബുദ്ധിമുട്ടുമാണ് നെയ്യമൃത മഠത്തിലെ വ്രതങ്ങൾ. കൊട്ടിയൂരിൽ നെയ്യാടാൻ 2 സ്ഥാനീയക്കാരാണുള്ളത്. തമ്മെങ്ങാടൻ മൂത്ത നമ്പ്യാരും വില്ലിപ്പാലൻ വലിയ കുറുപ്പും. തമ്മെങ്ങാടൻ നമ്പ്യാർ കോലത്തിരിയുടെയും വലിയ കുറുപ്പ് കടത്തനാടിന്റെയും പ്രതിനിധികളാണ്. ഈ 2 സ്ഥാനീയക്കാരുടെയും നേതൃത്വത്തിലാണ് മുഴുവൻ നെയ്യമൃത മഠങ്ങളും കൊട്ടിയൂരിലേക്ക് പോകുന്നത്. ചോതിവിളക്ക് വെച്ചാർത്ത് അക്കരെ കടന്ന് ആവണിയിട്ട് സമുദായ ഭട്ടതിരിയോടൊത്ത് അടിയന്തര യോഗം ചേരുന്നു. കുറുപ്പേ നമ്പ്യാരെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സമുദായി ചോദിക്കുന്നു. ചടങ്ങുകളിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടെ പറയാം. പഴയ കാലത്ത് ചെരുപ്പിട്ട് പോകാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇന്നതിന് മാറ്റം വന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളും നവീകരണങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഇവിടെയാണ്. കുറുപ്പിന്റെ കലശപാത്രവും നമ്പ്യാരുടെ കലശപാത്രവും ആടിക്കഴിഞ്ഞാൽ പിന്നെ 4 ഇടവയിൽ വരുന്ന നെയ്യമൃത മഠങ്ങളുടെയും നെയ്യാടും. വാഴൂരിടവ, കീഴൂരിടവ, കല്യാട്ടിടവ, കോട്ടക്കകം എന്നിങ്ങനെ 4 ഇടവകളാണുള്ളത്. കണക്കപ്പിള്ളയാണ് ഓരോ ഇടവകളെയും വിളിക്കുന്നത്. നെയ്യാട്ടക്കാർ നെയ്ക്കിണ്ടി തൃക്കാടരി നമ്പിടിയുടെ കയ്യിലേക്ക് കൊടുക്കും. പാലോന്നത്ത് നമ്പൂതിരി അതിൻ്റെ വായ്പൊതി അഴിക്കും. ഉഷക്കാമ്പ്രത്ത് നമ്പൂതിരി പെരുമാളിൻ്റെ തിരുമേനിയിൽ നെയ്യാടും. അതാണ് നെയ്യാടുന്ന ക്രമം. പെരുമാളിൻ്റെ തിരുമേനി കുളിർത്ത പ്രകാരം തന്നെ ഞങ്ങളുടെ സന്തതിയും തറവാടും തെഴുത്തു വാഴണമേ പെരുമാളെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരും നെയ്യ് സമർപ്പിക്കുക. ഓരോ നെയ്യമൃത മഠത്തിനും കാരണവർ ഉണ്ടാകും. തുടക്കം മുതൽ ഓരോ ചടങ്ങിനും കാരണവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം.
കാരണവർക്ക് വിളമ്പിയ ശേഷമേ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പാൻ പോലും പാടുള്ളൂ. പെരുമാളെ വിളിച്ചു ചൊല്ലിയല്ലാതെ ജലപാനം പാടില്ല. കാരണവരുടെ ഉപദേശത്തോടെയാണ് ഓരോ ചിട്ടകളും അനുഷ്ഠിക്കുക. പൊതുവെ കാരണവന്മാർ വളരെ കണിശക്കാരുമാണ്. കഴിഞ്ഞ ദിവസം കൈതേരിയടം ക്ഷേത്രത്തിലെ നെയ്യമൃത മഠത്തിൽ പോയപ്പോൾ 95 വയസ്സുള്ള TP അനന്തക്കുറുപ്പാണ് കാരണവർ. അദ്ദേഹം 16ാമത്തെ വയസ്സ് മുതൽ നെയ്യാട്ടത്തിന് പോകുന്നു എന്ന് കേട്ടപ്പോൾ അത് കേവലം ഒരു വ്രതമല്ല, മറിച്ച് ജീവിതത്തിന്റെ നിഷ്ഠ തന്നെയാണ് എന്നാണ് തോന്നിയത്. നെയ്യമൃത മഠത്തിൽ ചേരുന്നവരിൽ വലിയ വിഭാഗം ആൾക്കാരും അത് ജീവിതത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ അതൊരു നിഷ്ഠയായി കൊണ്ടു നടക്കുന്നവരാണ് എന്നതാണ് സത്യം. വെളുത്ത വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അന്യരെ, കുടുംബക്കാരെ പോലും തൊടാൻ പാടില്ല. അബദ്ധവശാൽ തൊട്ടുപോയാൽ ഉടനെ വീണ്ടും കുളിക്കണം. കഴുത്തിലും കൈത്തണ്ടയിലും ചൂരൽ ധരിക്കും വ്രതം നോറ്റവർ. ചൂരൽ പരമേശ്വരന്റെ നാഗങ്ങളാണ് എന്നാണ് സങ്കല്പം. ചിലർക്ക് ഈ ചൂരൽ പരമ്പരയായി കൈമാറി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളി ചുറ്റിയും മറ്റും ചൂരലിന്റെ പ്രൗഢി നിലനിർത്തുകയും ചെയ്യും. ഓടക്കാട്ടിലച്ഛനെ കാണാനുള്ള വ്രതമാണല്ലോ ചൂരലിനും മഹിമയേറും. കൊട്ടിയൂർ അമ്പലത്തിലെ പ്രാക്കുളം മുതലുള്ള ഓരോ ചടങ്ങിനും അനുസരിച്ച് വ്രതക്കാരുടെയും വ്രതത്തിന്റെ കാഠിന്യം കൂടുന്നു എന്നതാണ് വാസ്തവം. ഓങ്കാരം ചൊല്ലി ചെനച്ച് മറച്ചുകെട്ടി നെയ്ക്കിണ്ടിക്ക് വേണ്ട കയറുണ്ടാക്കാനായി കൈതയുടെ ഇല തല്ലി നൂലെടുത്ത് കയറുണ്ടാക്കി ആ കയർ കൊണ്ട് നെയ്ക്കിണ്ടി കമണ്ടല് പോലെ കെട്ടി അതിലാണ് നെയ്യ് കൊണ്ടുപോകുന്നത്. കടത്തനാട്ട് ഭാഗത്തു നിന്നും വരുന്നവർ കൈതയ്ക്ക് പകരം ഇളനീർ ചകിരിയിൽ നിന്നാണ് കയറുണ്ടാക്കുന്നത്. നെയ്യ് നിറച്ചതിന് ശേഷം നെയ്ക്കിണ്ടികൾ കെട്ടി മുദ്ര വയ്ക്കും. നെയ്ക്കിണ്ടി കെട്ടുന്നത് വാഴയില വാട്ടി അതിൻ്റെ മേലെ പാളയുടെ ഉൾഭാഗത്തുള്ള തൊലി വെച്ചാണ്. ഒപ്പം മാവിലെയും അരയാലിലെയും പുറത്തും ചേർത്ത് കെട്ടും. വാഴയില കൊണ്ട് മുഖത്ത് മാസ്ക് പോലെ കെട്ടിയിട്ടാണ് നെയ്യ് നിറക്കുന്നത്. അത്രമാത്രം ശുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് എന്നർത്ഥം. കലശം കൂടി കഴിഞ്ഞ് നെയ്ക്കിണ്ടി നെയ്യൊഴിച്ച് വായ് മൂടി കെട്ടി ഓങ്കാരം ചൊല്ലി ചെനച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ വ്രതക്കാരനും പെരുമാൾ തന്നെയായി മാറുകയാണ്. നെയ്യമൃത മഠത്തിൽ നിന്നും നടന്നാണ് കൊട്ടിയൂർ വരെ എത്തുന്നത്. ഏകദേശം 60 കിലോമീറ്റർ നടന്ന് ഓരോ ദിവസവും ഓരോ ഇടത്ത് താമസിച്ചാണ് കൊട്ടിയൂരിലെത്തുന്നത്. അതേ ദിവസം തന്നെ ചോതി നാളിൽ മുതിരേരിയിൽ നിന്നും വാളെഴുന്നള്ളത്തവും കൊട്ടിയൂർ ഇക്കര ക്ഷേത്രത്തിൽ എത്തുന്നു. മഠത്തിൽ നിന്നും യാത്ര തിരിച്ചു കഴിഞ്ഞാൽ കൊട്ടിയൂരിൽ എത്തുന്നതുവരെ നെയ്ക്കിണ്ടികൾ യാതൊരു കാരണവശാലും നിലത്ത് വയ്ക്കാൻ പാടില്ല. കൊട്ടിയൂരിലെത്തി അക്കരെ കൊട്ടിയൂരിലെ തറകളിൽ കൊണ്ടുവച്ച് ഇലകളും കല്ലും വെച്ച് മൂടി വയ്ക്കും. നെയ്യഭിഷേകത്തിനുള്ള സമയമാകുമ്പോൾ നെയ്യുമെടുത്ത് പെരുമാളിന്റെ സന്നിധിയിലേക്ക് നടക്കും. മുന്നിൽ കാരണവരും പിന്നാലെ മറ്റുള്ളവരും. സ്ഥാനീയക്കാരുടെ കലശമാടി കഴിഞ്ഞാൽ പിന്നീട് കടത്തനാട്ടുകാരുടെ നെയ്യാണ് ആടുക. അത് കഴിഞ്ഞ് മറ്റുള്ളവർ. കടത്തനാട്ടുകാർ ദൂരെ നിന്നും വരുന്നവരും അതിഥികളുമാണല്ലോ. അതായിരിക്കാം ആദ്യം വരുന്നവരുടെ നെയ്യാടുന്നത്. നെയ്യമൃത മഠത്തിൽ കയറിക്കഴിഞ്ഞാൽ നെഗൽ കൂടുക എന്നൊരു ചടങ്ങുണ്ട്. നെഗൽ കൂടുക എന്ന് പറഞ്ഞാൽ പൂർവികരുമായി ചേർന്നിരിക്കുക എന്നൊരു സങ്കല്പമാണത്. നെഗൽ കൂടൽ ചടങ്ങിൽ വെച്ച് നെയ്യമൃത മഠത്തിലെ പട്ടോല വായിക്കും. അതിൽ പാട്ടർ സ്വരൂപത്തിന്റെ അതിരുകൾ, സമുദായ ചുമതലകൾ, കൊട്ടിയൂരിലെ ചടങ്ങുകൾ തുടങ്ങിയവ പരാമർശിക്കുന്നു. കോലത്തിരി നാട്ടിലെ നെയ്യമൃത മഠങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും നടക്കുന്നത്. ജന്മാവകാശമായി ക്ഷേത്രത്തിൽ നിന്നും കടത്തനാട്ടുള്ള നെയ്ക്കാർക്ക് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുണ്ട്. നെയ്യാടിയ പൂർവികർക്ക് ബലിതർപ്പണം ചെയ്യുന്ന ചടങ്ങുമുണ്ട്. നമുക്ക് മുന്നേ നെയ്യെടുത്ത് നടന്നവർക്ക് ബലിയിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പരമ്പരയുടെ ഭാഗമായതിൻ്റെ നന്ദി പ്രകടനം കൂടിയാണ്. ഒരു ദീക്ഷാ പരമ്പരയുടെ ഭാഗമായതിൻ്റെ നന്ദി. അഷ്ടബന്ധം നിറച്ച് കൊശവ സമുദായക്കാർ കൊണ്ടുവന്ന കലം വെച്ച് കഴിഞ്ഞ വർഷം മൂടിയ സ്വയംഭൂവായ ശിവലിംഗം മണ്ണുമാറ്റി തുറന്ന് ശുദ്ധിയാക്കിയ ശേഷം നെയ്യഭിഷേകം ചെയ്യുന്നതോടെ 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതം പൂർണ്ണമാകുന്നു. ഓടക്കാട്ടിൽ അച്ഛന് നെയ്യിലാടി രസിക്കാൻ ശുദ്ധമായ മനസ്സും ശരീരവുമായി സ്വയം പെരുമാൾ തന്നെയായി മാറി നെയ്യുമായി അടുത്ത വർഷവും വരാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് സങ്കൽപ്പിച്ച് നിറഞ്ഞ മനസ്സോടെ 28 ദിവസത്തിന്റെ വ്രതത്തിലൂടെ ലഭിച്ച ചൈതന്യവുമായി തങ്ങളുടെ ഗാർഹ്യസ്ഥത്തിലേക്ക് തിരിച്ചു നടക്കും ഓരോ വ്രതം നോറ്റവനും. ഓം നമഃ ശിവായ. സുരനായകം ഹരശങ്കരം ശിവശങ്കരം നാഗഹാര വിഭൂഷിതം നടരാജരാജകലേവരം ഭാലലോചനമീശ്വരം ഭവതാരകം ഗണനായകം പാർവതി പരിസേവിതം
परमेश्वरं सततं भजे शाश्वतं भयनाशकं शुभदायकं सुरपूजितं सूर्यचन्द्रविलोचनं निडिलाग्निलोचनमीश्वरं चन्द्रचूडजडाधरं वरदायकं मुनिसेवितं पार्वती परिसेवितं परमेश्वरं सततं भजे।